അപ്പോൾ കൺക്ലൂഷൻ പോലെ എന്താണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പെരിഷബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന് വേണ്ടിയാണ് കോൾഡ് സ്റ്റോറേജ് ഉള്ളത്. അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ ഇത്ര നമ്പേഴ്സ് ഡേയ്സിലോട്ട് അത് സ്റ്റോർ ചെയ്യണം, ഇന്ന ലൊക്കേഷൻസിലോട്ടൊക്കെ സെൻഡ് ചെയ്യണം, ഇത്ര ക്വാണ്ടിറ്റി വേണം, ഇത്ര ടെമ്പറേച്ചറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത്രയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് കോൾഡ് സ്റ്റോറേജസ് വരുന്നത്. ദെൻ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഈവൻ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ, ഓക്കെ, ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ഇവിടെയും എന്ത് യൂസ് ചെയ്യാം, കോൾഡ് സ്റ്റോറേജസ് യൂസ് ചെയ്യാം. ഈവൻ ചോക്ലേറ്റ്സ്, അത്തരം ഏരിയാസിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് യൂസ് ചെയ്യാം. ഓക്കെ, പെരിഷബിൾ ഗുഡ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു കൺസോളിഡേറ്റഡ് വെയർ ഹൗസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു വേർഡാണ് കൺസോൾട്ടേഷൻ അല്ലേ. ഓക്കെ, കൺസോളിഡേറ്റഡ് വെയർ ഹൗസിൻ്റെ പർപ്പസ് ഏറെക്കുറെ DCs പോലെ തന്നെയാണ്. നമുക്ക് കുറേ ന്യൂമറസ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഒരു പോയിന്റിലേക്ക് ഗ്യാദർ ചെയ്തിട്ട് അത് ഒരൊറ്റ ഷിപ്മെൻ്റ് ആക്കിയിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, കൺസോളിഡേറ്റഡ് വെയർ ഹൗസസ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെയർ ഹൗസസ് അല്ല. എന്നിരുന്നാലും ഈ ഒരു പർപ്പസ് വരുന്നതെന്ന് പറഞ്ഞാൽ പല ന്യൂമറസ് ആയിട്ടുള്ള ഏരിയകളിലുള്ള ചെറിയ ചെറിയ ഷിപ്മെൻറ്റ്സ് ഒക്കെ ഒരു ഏരിയയിലേക്ക് ഗ്യാദർ ചെയ്തിട്ട് അതൊരൊറ്റ കൺസൈൻമെൻ്റ് ആക്കിയിട്ട് ഒറ്റ ലൊക്കേഷൻ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാനുള്ള പർപ്പസാണ് ഇവിടെ വരുന്നത്, കൺസോളിഡേറ്റഡ് വെയർ ഹൗസസിന് വരുന്നത്. ഓക്കെ, അവസാനമായിട്ട് പറയുന്നതാണ് ഓൺ ഡിമാൻഡ് വെയർ ഹൗസസ്. ലൈക്ക് ആ പേരിൽ ഉള്ളതുപോലെ തന്നെ ഓൺ ഡിമാൻഡ്, ആ ഒരു ഡിമാൻഡ് കൺസിഡർ ചെയ്തിട്ടാണ് ആ വെയർ ഹൗസസ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻവെൻട്രി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ സംഭവിക്കുകയാണ്, അതിൻ്റെ ഡിമാൻഡിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൊമേഴ്സ് തന്നെ എടുക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് അങ്ങനത്തെ ഡേയ്സ് ഒക്കെ ഇല്ലേ, പ്രൊഡക്റ്റിന് ഇതിനൊക്കെ ഓഫേഴ്സ് വരുന്ന സമയങ്ങൾ. അപ്പോൾ എന്താണ്, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതും, അതായത് ഈ കൊമേഴ്സ് കമ്പനീസ് അവരത് ബയറുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതും അതുപോലെ തന്നെ ഓർഡേഴ്സ് സ്വീകരിക്കുന്നതിലൊക്കെ വലിയ രീതിയിലുള്ള ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ അത്തരം ഡിമാൻഡുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കവിടെ ഓൺ ഡിമാൻഡ് വെയർ ഹൗസസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് നമുക്കവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇ കൊമേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമുക്കൊരു ടെമ്പററി പീരീഡിലേക്ക് ഒരു വെയർ ഹൗസ് അവിടെ ആവശ്യം വരികയാണ്. അപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്ലഡൊക്കെ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ അത്തരം സപ്ലൈസ് നമുക്ക് ഒരു നോർമൽ കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ടെമ്പററിലി ഇങ്ങനൊരു നീഡ് വന്നു. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഇത്തരം ഓൺ ഡിമാൻഡ് വെയർ ഹൗസസ് അവിടെ വരുന്നത്. ഓക്കെ, അത് ഇങ്ങനെ പറഞ്ഞ പോലെ ടെമ്പററി പീരീഡിലോട്ടൊക്കെ ആയിരിക്കും, അത് എന്തായിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സോ അത്തരം പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെയർ ഹൗസസുകൾ നമുക്ക് ഓൺ ഡിമാൻഡ് വെയർ ഹൗസസ് എന്ന് പറയാനായിട്ട് സാധിക്കും.